ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രി കെ രാജൻ. പകൽ സമയങ്ങളിൽ പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണത്തെക്കാൾ കൂടിയ താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ 2016-ലും 2024-ലും ഉണ്ടായ കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വീണ്ടും ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വന്നൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ നിലവിൽ വന്നു. 3 ജില്ലകൾക്കാണ് പ്രധാനമായിട്ടും ഈ മുന്നറിയിപ്പ് വന്നതെങ്കിലും കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അത്യുഷ്ണവും ഉഷ്ണതരംഗവും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ജില്ലകൾക്കും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. 22-23 ദിവസങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട് ചൂടിന് നേരിയ കുറവുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തുടർച്ചയായി ഒരു വരണ്ട ദിനാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജാഗ്രത കുറയ്ക്കാനുള്ള ഒരു കാരണവശാലുമുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരദേശ സംസ്ഥാനമായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കുകയും ഹ്യൂമിഡിറ്റി വല്ലാത്ത വിധത്തിൽ നമുക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് താപസൂചിക റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന താപനിലയേക്കാൾ വല്ലാതെ ഉയർന്ന് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖരെല്ലാവരും പറയുന്നത്. അത് നമ്മൾ ബോധ്യപ്പെടുകയും ചെയ്യാം. താപനില ഉയർന്നു തന്നെ നിൽക്കുകയും നമ്മുടെ നഗര സ്വഭാവമുള്ള അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായ മനുഷ്യന് വലിയ അസ്വസ്ഥത, ഉറക്കത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ, ശാരീരികമായി ഉള്ള പ്രതീക്ഷ പോലെ തന്നെ പ്രശ്നങ്ങൾ പോലെ തന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടായി ഒരു ഹീറ്റ് സ്ട്രെസ്സ് മനുഷ്യനാകെ വരുന്നൊരു സാഹചര്യമുണ്ട് എന്നും ആരോഗ്യവകുപ്പ് പ്രത്യേകമായി പരിഗണിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷയനുസരിച്ച് വേനൽമഴ 2 ദിവസത്തിനുള്ളിൽ വന്നേക്കും. പക്ഷേ വേനൽമഴ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മൂടിക്കെട്ടലുകൾ ഉൾപ്പെടെ വരുന്നത് കൊണ്ട് വല്ലാത്ത സ്വഭാവത്തിലുള്ള ഹ്യൂമിഡിറ്റി വന്നു കയറുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ചൂട് വർദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തീപിടുത്തം ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന നിലയിൽ പാമ്പ് കടി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് സംബന്ധിച്ച് അതീവ ജാഗ്രത ഉണ്ടാക്കണം എന്ന് എല്ലാ വകുപ്പുകളോടും പൊതുജനങ്ങളോടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ അതീവ ജാഗ്രതയുടെ ഭാഗമായി ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് ശരീരത്തിന് വെള്ളം നൽകിക്കൊണ്ടും ആവശ്യമായിട്ടുള്ള ശാരീരിക വിശ്രമം എടുത്തുകൊണ്ടും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം. പകൽ സമയങ്ങളിൽ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതെ സെൽഫ് ലോക്ക്ഡൌണിന് വിധേയരാകാൻ ജനങ്ങൾ തയ്യാറാകണം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമുള്ളവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ പ്രത്യേക കരുതലെടുക്കണം. ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീപിടുത്തം, പാമ്പുകടി തുടങ്ങിയ അപകടങ്ങൾക്കെതിരെ ജാഗ്രത വേണം. പാമ്പുകടിയേറ്റാൽ ഉടൻ ആന്റിവനം ലഭ്യമായ ആശുപത്രികളിലെത്തിക്കാൻ 108 ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത 2 മാസത്തിനുള്ളിൽ വേനൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.